ആദ്യം തന്നെ എനിക്ക് ഒട്ടും വയ്യ, നല്ല കോൾഡ് ഫീവറും ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് എല്ലാ കാര്യങ്ങളും ഇല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പം അത് മാത്രം എടുത്ത് ഞാൻ പറയാം. ഇപ്പൊ ആദ്യം തന്നെ ഇൻട്രോ പറയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണെന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇന്ന് പ്രധാനമായിട്ട് നടന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീ എൻട്രീസ് ഉണ്ടായിരുന്നു, പക്ഷെ ലാസ്റ്റ് എൻഡിങ് ആയപ്പോഴേക്കും ആദില അനുമോക്കെതിരെ വലിയൊരു ഒരു വെളിപ്പെടുത്തൽ എന്നാണ് പറയേണ്ടത്, വെളിപ്പെടുത്തലാണ് പറയുന്നത്. അതായത് ആദില അന്ന് എവിക്ഷൻ സമയത്ത് ആദില പുറത്താവാൻ നേരത്തെ ഒരാളുടെ നമ്പർ എഴുതി കൊടുത്തിട്ട് അക്ബറിന് അഗെയിൻസ്റ്റ് ആയിട്ട് PR കൊടുക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞത് അക്ബറിനോട് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലിയർ അല്ല, നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ക്ലിയർ അല്ല. ഹെഡ്സെറ്റ് വോളിയം കൂട്ടി വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയില്ല, അതിലെന്തോ പറയുന്നതിന് ക്ലിയർ ആയില്ല. ആൻഡ് എനിക്ക് അങ്ങനെയാണ് വൈറ്റ് വാഷിന്റെ കാര്യം, അത് അനുമോൾ പറയുന്നത് എന്നെ ഇവിടെ വെള്ളഭൂഷൺ ആൾക്കാരോടൊന്ന് അക്ബറിനോട് ചോദിക്കുന്നത് അതേ കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിന് പുറത്താരോടും പറയാനാണ് ആദില പുറത്ത് ആർക്ക് നമ്പർ എഴുതി കൊടുത്തു അങ്ങനെ ആദില അനുവിനെതിരെ പറയുന്നത്. ആൻഡ് ഇതിന് ശേഷം ശൈത്യയോട് പോയി പറയുന്നുണ്ട്, അങ്ങനെ ഞാനും നൂറയും നിൽക്കുമ്പം എന്താണ് ആര്യനെ നരമ്പാണെന്ന് പറയാൻ വേണ്ടി ഞരമ്പ് കാണിച്ചു കൊടുത്തു, അനുമോള് കാണിച്ചു കൊടുത്തു എന്ന് അതിലെ പറയാണ്. അപ്പൊ ശൈത്യം ഇത് എന്താണ് ഇത് കാണിക്കുന്നത് ഇവള് എന്നൊക്കെയാണ് ശൈത്യം നെട്ടിയിട്ട് കരുതുന്നത്. പിന്നെ ആദിൽ അവിടെ കുറെ ഇമോഷണൽ ആവുന്നുണ്ട്. ആൻഡ് ഇവര് വാഷ്റൂമിൽ നിന്ന് സംസാരിക്കുമ്പം അക്ബറും കുറെ ഇമോഷണൽ ആവുന്നുണ്ട്. അക്ബറിന്റെ വൈഫിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അമ്മയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് വൃത്തിയായിട്ട് മെസ്സേജസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അക്ബർ എങ്ങനെ അറിഞ്ഞു? ഇതാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തന്നെ ഇവർക്ക് സപ്പോർട്ട്. ഇന്ന് ബിഗ് ബോസ് സരിക എന്തോ പറയാൻ ബിഗ് ബോസ് അനൗൺസ് പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾ പുറത്ത് പറയരുതെന്ന് പറയുന്നു. പിന്നെ ജിസൈല് വന്നതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും അകത്ത് വന്ന് പറയരുത് എന്ന് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്ത് അങ്ങനെ പറഞ്ഞാൽ പുറത്താക്കുമെന്ന് പറയുന്നത്. ഇത് ബിഗ് ബോസ് ആദ്യമേ കൊടുക്കുന്ന വാർണിംഗ് ആയിരുന്നു. ഈ 7 പേരുണ്ട്, 7 പേരിൽ 2 പേര് നാളെ എവിക്റ്റ് ആവോ ഇല്ലേ, മിഡ് വീക്ക് എവിക്ഷൻ നടക്കോ ഇല്ലേ, ടോപ്പ് 7 ആണ് ബിഗ് ബോസ് പറഞ്ഞത് അറിഞ്ഞുകൂടാ. അങ്ങനെ 7 പേര് അവരെ അങ്ങനെയെങ്കിലും മനസ്സമാനത്തോടെ അവിടെ നിൽക്കട്ടെ, എല്ലാം മറന്ന് നിൽക്കട്ടെ. ഇതിനിടയ്ക്ക് എന്തിനാണ് ഇവർ കുത്തിത്തിരിപ്പായിട്ട് വരുന്നത്? ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് ഇവർ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അകത്തുനിന്ന് പറയുന്നത്. ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തില്ലായിരുന്നു പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങൾ അകത്തുനിന്ന് പറയരുതെന്ന്. ഈ അകത്ത് വന്ന് പറഞ്ഞിട്ട് ഇന്ന് അക്ബറൊക്കെ കരയുന്ന, അക്ബറും അതിലൊക്കെ വിഷമിക്കുന്നുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് ഹേർട്ടായി. അനുമോളും അതുപോലെ തന്നെ, അനുമോൾ ഇന്നത്തെ ആ കേസും പറഞ്ഞിട്ട് ഇന്ന് അപ്പാനെ വേണ്ടി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഉള്ള എല്ലാവരും ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ എന്താ പ്രഷർ കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇന്ന് അക്ബറൊക്കെ എന്തുമാത്രം വിഷമിച്ചു. അക്ബറിന്റെ എന്നിട്ട് രനാന്ന് പറഞ്ഞ അവരൊക്കെ ഒരു കുഴപ്പമില്ല, അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആര്യം വന്ന് പറഞ്ഞു, ആര്യന്റെ അമ്മയ്ക്കെതിരെയും PR അറ്റാക്ക് FB പേജിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ അനുമോളിന്റെ PR വർക്ക് മാത്രമല്ല ഇങ്ങനെ അറ്റാക്കിങ് നടത്തുന്നത് കേട്ടോ. കാരണം ഞാൻ ഇന്നലെ നമ്മുടെ ശൈത്യയുടെ ആ ഒരു റീൽസ് ഇട്ടപ്പം, ഇൻസ്റ്റന്റ് റീൽസ് ഇട്ടപ്പോ അതിൽ ഇപ്പൊ തന്നെ ഒരു 11K വ്യൂസ് ഉണ്ട്. അപ്പം അതിലും വന്നിട്ടുണ്ട് അനുമോള് ഈ സീസൺ അനുമോളുടെ പേരിൽ അറിയപ്പെടുന്ന റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ ഫസ്റ്റ് റീൽസ് ഇട്ടപ്പം അതിലും ഒരു 1,00,000 വ്യൂസ് വന്നിട്ടുണ്ട്. അതിലും കമന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ആ കമന്റ് ഇട്ടിരിക്കുന്നത് PR വർക്കേഴ്സും ഉണ്ട്, അനുമോളെ എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നവരുണ്ട്. എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നത് അത് മറ്റൊരു PR വർക്കാണ്. അതായത് ഞാൻ ഇന്നലെ കമന്റ് ഇട്ടപ്പോഴും എന്നെ തെറി വിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ അനുമോളെ മോശം പറഞ്ഞുകൊണ്ടും ഉള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട്. 2 കമന്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഡിമാൻഡ് മേക്കർ എന്ന് പറയുന്നത്, എന്റെ പേഴ്സണൽ പേജ് കൊണ്ട് അല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ഉണ്ട്, ഡിമാൻഡ് മേക്കർ എന്ന് പറഞ്ഞ പേജും ഉണ്ട്. അപ്പം അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതായത് എന്നെ തെറി വിളിക്കുകയും അതുപോലെ തന്നെ നീ ആണാണോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ തെറി വിളിക്കുകയും അതുപോലെ അനുമോളെ എന്തൊക്കെ മോശം പറഞ്ഞും അതിലും കമന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം അതിൽ അനീഷ് ആർമി, അക്ബർ ആർമി, ജിസൈൽ ഫാൻ ബോയ് എന്നൊക്കെയാണ് അവര് ഫോളോ ചെയ്യുന്നതും തിരിച്ച് ഫോളോ ചെയ്യുന്ന ഓരോ പേജുകൾ കാണുന്നത്. അതായത് PR വർക്ക് അങ്ങോട്ടും എല്ലാവർക്കും PR വർക്ക് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി കാര്യങ്ങൾ നടക്കുന്നതിന് ഈ PR വർക്കുകൾ മോശം തന്നെയാണ് 100%. ഇതുപോലെ മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെ ബൂസ്റ്റപ്പ് ചെയ്ത് വീഡിയോ ഇറക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുപോലെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ആൻഡ് ഇപ്പൊ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് ഈ വീട്ടിലുള്ളവർ, ഈ റീ എൻട്രി കയറിയവരാണ്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത്?
ഇപ്പൊ ഞാനാണെങ്കിൽ ഇത്രയും ഞാൻ ഒരു ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടൊന്നും വലിയ ദിവസങ്ങളൊന്നും ആയിട്ടില്ല. ഒരു മാസം 1.5 മാസം ആവുന്നേ ഉള്ളൂ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട്. ഈ ഇൻസ്റ്റാ പേജിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ട് 2 ആഴ്ച ആവുന്നുള്ളൂ. എന്നിട്ട് പോലും ഇത്രയും വ്യൂസ് എനിക്ക് പോയി ഈ ബിഗ് ബോസിലെ 2 കണ്ടന്റ് ഞാൻ ഇട്ടപ്പോഴും. അപ്പൊ ഇത്രയും കണ്ടന്റ് ഇട്ടപ്പോഴും ഇതിന്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ PR ഇങ്ങനെ ഹേറ്റ് കമന്റ്സും തെറിവിളി കമന്റ്സും ഒക്കെ ഇടുമ്പോൾ ചിന്തിക്കാലോ PR എന്തുമാത്രം ദുഷ്ടന്മാരാണെന്ന്. PR അവിടെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ അവിടെ വന്ന് കരയുന്നത് PR എന്നൊന്ന് കരയുന്നത് ഇവരുടെ ഇത് മറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ? ഇത് ഞാൻ ബിഗ് ബോസിനെ കുറ്റം പറയും. ബിഗ് ബോസ് ആദ്യമേ വാൺ ചെയ്യണോ? ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വന്നിട്ട് പ്രത്യേകിച്ച് ആ കലാഭവൻ സരിക അതുമാത്രമല്ല ശൈത്യ, ഇവരൊക്കെ വന്ന പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് വന്ന് പറഞ്ഞിട്ട് അകത്ത് വന്ന് പറഞ്ഞിട്ട് ഈ 7 പേരെ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത്? എന്തിനാണ്? അക്ബർ ഇന്ന് കരയുന്നുണ്ടായത്. അക്ബറിന്റെ ഇതിന് വൈഫിന്റെ ഒക്കെ ഉമ്മയുടെ ഒക്കെ ഇതൊക്കെ അക്ബർ എങ്ങനെയാ അറിഞ്ഞത്? ഈ പുറത്തുനിന്ന് വന്നവർ അകത്ത് പോയി പറഞ്ഞിട്ടല്ലാതെ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞോ? അതിൽ ആദ്യം ഇപ്പൊ എങ്ങനെയാണ് വനം മാറിയത്? അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക എങ്ങനെയാണ് വന്നത്? ഇന്നലെ വരെ തലേന്നത്തെ സൺഡേ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് ഹാർട്ട് കൊടുത്തിട്ട് ഇവള് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ ഇമോഷണൽ ആയിട്ട് ലാലേട്ടിന് ഒരു സങ്കടം വരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് മാറി ശൈത്യ കയറി വന്നപ്പോ? എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ഇനി പുറത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ പുറത്താക്കുന്നു. ഇത് എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ല? സത്യം എന്തിനാണെന്തോ ഈ 7 പേര് അവർ 7 പേര് PR വർക്കിന്റെ ബലത്തിലല്ല വന്ന ഞാൻ പറയും. ഇവര് കളിച്ചിട്ട് തന്നെയാണ് ഇവർ 7 പേര് വന്നിരിക്കുന്നത്. കളിച്ചിട്ട് അല്ലാതെ ചുമ്മാ നിന്നിട്ട് വന്നവരായിട്ട് ആരും ഇല്ല. സേഫ് ഗെയിം കളിച്ച് എല്ലാവരും ഇറങ്ങി ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ഇവര് വന്നിരിക്കുന്നത്. ഈ 7 പേരും എല്ലാവരും ഇറങ്ങി ഗെയിം കളിച്ചവര് തന്നെയാണ്. ആരും സേഫ് ഗെയിമേഴ്സ് ആയിട്ട് ആരും ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളവര് അവർ 7 പേര് അവര് മനസ്സമാനത്തുള്ളവർ ഫിനാലെ വീക്കാണ് എല്ലാരും കൂടെ സന്തോഷിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് അതിന് ആ ഒരു സമയത്ത് പോലും ഇവ ഇങ്ങനെ പോയിട്ട് അവർക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യം പുറത്തെങ്ങനെയുണ്ട്? പുറത്തെല്ലാവരും സുഖമായിട്ടിരിക്കണം. അവിടെ തീരാവുന്ന കാര്യം ഇവർ ഇത്രയും മാത്രം അവരെത്ര ടെൻഷൻ ആക്കേണ്ട കാര്യം എന്താണ്? ഇതിലിപ്പോ ഇവര് ഒന്നും പറയുന്നത് അനീഷിനെ മാത്രമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ എല്ലാവരും പേഴ്സണലി പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അനീഷിനെ ഒഴിച്ച്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ അഭിയന്ത്രം ഇട്ടിട്ടുണ്ട് ഇവരെല്ലാരും നിന്നെ അനുമോളെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാരും നിന്നെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നതാണ്, നീ അതിൽ പതറരുത് എന്നൊക്കെ പറഞ്ഞ് കരയരുത് എന്നൊക്കെ അഭി പറയുന്നുണ്ടായിരുന്നു അനുമോളോട്. സീരിയസ്ലി ഇത് ഒരു വൃത്തികെട്ട റീ എൻട്രി ആയിപ്പോയി. വൃത്തികെട്ട എപ്പിസോഡ്, വൃത്തികെട്ട കണ്ടസ്റ്റൻസ്. സത്യം പറയാണ് ഈ 7 ദിവസം അപ്പുറത്തൊരു ബിഗ് ബോസ് നടക്കുന്നുണ്ട്, തമിഴ് ബിഗ് ബോസ്. അവിടെ ഇതിനെക്കാട്ടി വലിയ അടിയും ബഹളമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിജയ് സേതുപതി വന്നിട്ട് സാറ്റർഡേ എപ്പിസോഡിൽ വിജയ് സേതുപതി വന്നിട്ട് വച്ച എല്ലായിടത്തിനും വൃത്തിയൊക്കെ കൊടുത്ത് അവിടെ സേഫ് ആയിട്ട് ഇരിക്കണവരെയും അതുപോലെ തന്നെ വൃത്തിയുടെ പറയണവന്മാരൊക്കെ വച്ച് വൃത്തിയൊക്കെ കൊടുത്തു. ഒരു മൈക്രോഫോണും ഒരു എന്താ സ്പീക്കർ കോളാമ്പി പിടിച്ചുകൊണ്ട് വന്നിട്ട് വൃത്തിയൊക്കെ കൊടുത്ത്. അതുപോലെ ഇവിടെ കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ് ഈ കാണിക്കുന്നത്. എന്താണ് മോനെ, എന്താ മോനെ, അങ്ങനെ എന്തിനാ പറഞ്ഞ മോനെ? ലാരുടെ ഫയർ മോഡൊക്കെ തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ ഫയർ എന്ന് ഇപ്പൊ തോന്നുന്നു. അല്ലെങ്കിൽ ബിഗ് ബോസ് കുറച്ചുകൂടെ ഫയർ ആവണമായിരുന്നു. ബിഗ് ബോസ് ഇങ്ങനെ കണ്ടില്ല. കഴിഞ്ഞ ഈ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഈ മൺഡേ ട്യൂസ്ഡേ എപ്പിസോഡ് ബിഗ് ബോസ് മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. പുറത്തെ കാര്യമൊന്നും പറയരുതെന്ന് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാണ് വെറുതെ ഇങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ഇടുന്നത്? എന്നിട്ട് ഇവര് അനുമോളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവര് പ്ലാൻ ചെയ്യുന്ന എല്ലാത്തിന്റെ വീഡിയോ വൈറലാണ്. ഇന്നലത്തെ കേസിൽ ഇന്നലെ ശരിക്കും പറഞ്ഞ അനുമോൾ അല്ല പറഞ്ഞെന്നാണ് പുറത്തെ വീഡിയോസ് ഒക്കെ വരുന്നത്. കാരണം ഇത് ഫസ്റ്റ് പറഞ്ഞ ശൈത്യ, ആദില, നൂറ ഇവരൊക്കെയാണ് ഫസ്റ്റ് ഷാനവാസിനോട് പറഞ്ഞത്. അപ്പോഴാണ് അനുമോൾ അവിടെ നിന്ന് അനുമോൾ കേൾക്കുന്നത്. പിന്നെ അനുമോൾ അത് എടുത്തിട്ട് ഇപ്പം അവിടെ നിന്ന് ഗെയിം കളിച്ചതിനെക്കാട്ടി ഹേറ്റേഴ്സ് ഇവർക്ക് ഇപ്പൊ ഉണ്ട് പുറത്ത്. എന്തിനാണ് വെറുതെ? എന്നിട്ട് ഇന്ന് പറയാനുള്ളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാ, അന്തസ്സായിട്ട് ഇറങ്ങിപ്പോവാന്ന് പറയുന്നുണ്ട്. അപ്പോഴും നമ്മളെ നാറുള്ളൂ. സീരിയസ്ലി ഈ PR അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസ് ആയാലും അവരുടെ തന്നെയാണ് ജീവിതം നശിപ്പിക്കുന്നത്. സീരിയസ്ലി അവരെ തന്നെ നമുക്കിത് ഒരു എപ്പിസോഡ് 100 ദിവസം നാളെ ഞായറാഴ്ച ഇത് ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോൾ ബിഗ് ബോസ് തീരും.
കാണണമെങ്കിൽ തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്, കന്നഡയുണ്ട്, തെലുങ്കുണ്ട്. എല്ലാവർക്കും ഭാഷ എളുപ്പം തമിഴായതുകൊണ്ട് എല്ലാവരും ഇപ്പൊ തമിഴ് ബിഗ് ബോസ് കാണാൻ പോകും. കാരണം മലയാളത്തിൽ എല്ലാ ടാസ്കും ഇപ്പൊ തമിഴിലാണ് നടക്കുന്നത്. പക്ഷെ ഒരു ഇങ്ങനെ ഒരു PR-ന്റെ ആയാലും അല്ലെങ്കിൽ തന്നെ ഒരു ഹെയ്റ്റ് കമന്റ് ഒന്നും കണ്ടിട്ടില്ല സീരിയസ്ലി. തമിഴ് നോക്കുമ്പോഴും ആ വിജയ് ടിവിയുടെ ഒക്കെ പേജ് നോക്കുമ്പോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നടന്ന മെയിൻ കാര്യങ്ങൾ പറയാം. അപ്പാനി ബിൻസി ഒരു ടോക്കാണ്. ദേവിയത് എന്നെ ഇതിലോട്ട് വലിച്ചടിച്ച് എന്റെ ജീവിതം നശിപ്പിക്കുന്ന അപ്പാനി ബിൻസിയോട് പറയാണ് ബെഡ്റൂമിൽ ഇരുന്നിട്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഒരാഴ്ചയുടെ തമിഴ് പാട്ടുകൾ മാത്രം മോർണിംഗ് സോങ് ആയിട്ട് ഇടുന്നുള്ളൂ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതിനുശേഷം ന്യൂറെ ആദിലെ അനുവിനെ പറ്റിയിട്ടുള്ള ടോക്കാണ്. നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ പോലെ അവളെ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു ടോക്കാണ്. പിന്നെ ഇതിനുശേഷം അനു മസ്താനിയുള്ള ടോക്കാണ്. ബിന്നി അപ്പാനി വിഷയത്തില് എന്റെ കൂടെ നിന്നവരാണ് ഈ ആദിലയും ഇവരൊക്കെയാണ് പറഞ്ഞിട്ട് ഇപ്പൊ അവര് എന്റെ കുറ്റം എന്റെ നേരെ മാത്രം ഇട്ടല്ലോ എന്ന് അനു മസ്താനിയോട് പറയുന്നുണ്ട്. ആൻഡ് മസ്താനി ബിൻസി ടോക്കാണ്. ഇതാണ് മറ്റേ അടി എന്ന് പറയുന്നത്. അതായത് മസ്താനിയും ബിൻസിയും തമ്മിലുള്ള പുറത്തെ വിഷയം. ഇവിടെയും പുറത്തെ വിഷയമാണ്, അകത്തെ വിഷയമല്ല. പുറത്ത് അവരുടെ ഇന്റർവ്യൂയുടെ വിഷയം എടുത്തിട്ട് സംസാരിക്കുന്നതാണ്. അത് ഇവിടെ വീട്ടിനകത്ത് സംസാരിക്കേണ്ട കാര്യം എന്തോന്നാണ് എനിക്ക് മനസ്സിലായത്. പുറത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യം, ആ പുറത്ത് അവർ പേഴ്സണലി പറഞ്ഞു തീർക്കേണ്ട കാര്യം വീട്ടിനകത്തിട്ട് പറയേണ്ട കാര്യം എന്താണ്? ഇതിനിടയ്ക്കാണ് അവർ തമ്മിൽ വാക്ക് തീർക്കേണ്ട. മസ്താനി പോയിരിക്കുമ്പം ഞാൻ ഇവിടുന്ന് അന്തസ്സായിട്ട് കളിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോയത്. മസ്താനി പോലും നാണംകെട്ടിൽ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് മസ്താനി പറയുന്നത് ചാച്ചന്റെ ഹോട്ടലിൽ ഇറങ്ങിപ്പോയത്. എന്തിനാണ് മസ്താനി വെറുതെ ഹെയ്റ്റ് കമന്റ് വാങ്ങിക്കുന്നത്? കിട്ടിയതൊന്നും പോരെ, ബിൻസിക്കും പോരെ. ഈ സംസാരിക്കുന്നൊന്നും ബിൻസി ഉണ്ടായിരുന്നപ്പോ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ബിൻസി നല്ല വൃത്തിയ മസ്താനിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അബിയും അനുമോളും പറയുന്നുണ്ട് മിണ്ടാതിരിക്കുക, പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞ മസ്താനിയോട് പറയുന്നുണ്ട്. മസ്താനി ഇതെല്ലാം കേട്ട് മിണ്ടാതിരിപ്പോട്ട്. ശരിക്കും പറഞ്ഞ ബിൻസി നല്ല കണക്കിന് തന്നെ വൃത്തി കൊടുത്തത്. എന്നാലും എല്ലാം പറഞ്ഞിട്ട് കൊടുത്തത്. ഇതിന് ശേഷമാണ് ഒനിയില്, ലക്ഷ്മി, രേണു, ആര്യൻ, ബിന്നി, സാവുമൻ ഇവരെല്ലാരും കൂടെ ഒരു റാംബോക്കും അല്ല റെഡ് കാർപ്പറ്റിലൂടെ ഇറങ്ങി വന്നിട്ട് നിൽക്കുകയാണ്. ഗാർഡൻ ഏരിയയിൽ നിന്ന് നിൽക്കുകയാണ്. അവരുടെ റീ എൻട്രി ആണ്. ആൻഡ് ഇതിന് ശേഷം ഒരു ഇമോഷണൽ ജേർണി വീഡിയോ. ഇതിന് മുമ്പായിട്ട് എല്ലാവരും പോയിട്ട് അങ്ങോട്ട് ലക്ഷ്മി അനുമോളെടുത്തും എല്ലാവരും അങ്ങോട്ട് പരസ്പരം ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആര്യം പോയിട്ട് അനുമോളെ കെട്ടിപ്പിടിച്ച് ആര്യനോട് അനുമോള് പറയുന്നത് എന്റെ ഫസ്റ്റ് ക്രഷ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഫണ്ണല്ല, കളിയാക്കലൊക്കെയാണ്. കളിയാക്കലാണ് എനിക്ക് ഫീൽ ചെയ്തത്, അല്ലാതെ അനുമോൾ സീരിയസ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല. ഒരു സെക്കൻഡ്. സോറി. എന്നിട്ട് അനുവും ജിഷിനും ടോക്കാണ്. അതായത് നെഗറ്റീവ്സ് ഒന്നും ആലോചിക്കേണ്ട, ഇപ്പൊ ആലോചിച്ച് വെക്കേണ്ട. ഇതിനിടയ്ക്ക് ഇപ്പുറത്ത് ആദിലെയും കൂടെ ഉള്ള ഒരു ടോക്കാണ്. PR-ന്റെ കാര്യത്തിൽ ഒരു ടോക്കാണ്. നീ നെഗറ്റീവ്സ് ഒന്ന് PR എന്ന് പറയുമ്പോഴാണ് നീ കലി പറഞ്ഞ നെഗറ്റീവ്സ് ഒന്നും വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ജിഷിൻ അനുമോളോടും ഇവര് ആദിലോട് പറയും. ആദിലും ശൈത്യ എല്ലാവരും കൂടെ സംസാരിക്കുന്നത്, അലി എല്ലാവരും കൂടെ സംസാരിക്കുന്നത്. ഇപ്പോഴാണ് അതിനുശേഷം ജിസേലിന്റെ എൻട്രി വരുന്നത്. അല്ല, അതിനുശേഷമാണ് ആദില പോയിട്ട് അക്ബറിനോട് പറയുന്നത്. നമുക്ക് ക്ലിയർ, എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടില്ല, ആരെങ്കിലും അറിയാമെന്ന് കമന്റ് ചെയ്യുക. പോയിട്ട് പറയുന്നത് ഇങ്ങനെയാണ് കാര്യം, ഇവളെ എന്നെ ഇങ്ങനെ നമ്പർ എഴുതാൻ ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പൊ അപ്പാനിക്ക് മനസ്സിലായി ഇവിടെ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇതിനു ശേഷം കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇത് എനിക്ക് തോന്നുന്നത് വെള്ള പൂശ ആളുണ്ട്, ആ ഒരു പരാമർശം ഇവര് നമ്പർ എടുത്തോ PR എടുത്തോ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അപ്പൊ മനസ്സിലായിട്ട് ഞാൻ നാളെ പറയാം, മനസ്സിലാവുകയാണെങ്കിൽ. ഇതിനുശേഷം എന്തായാലും നാളത്തെ എപ്പിസോഡ് നിർണ്ണായി. നാളെ ഇവര് അനുമോക്കെതിരെ ആനടിക്കോ എനിക്കൊന്നുമില്ല. ആൻഡ് ഇതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഷൈറ്റിയോട് പറയുന്നുണ്ട്, ഞാനും അനീഷയുടെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ആര്യനെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നരമ്പെന്ന് കാണിച്ചു. നരമ്പെന്ന് ആര്യനെ പറഞ്ഞു. ഇത് നരമ്പെന്നൊക്കെ അനുമോള് വിളിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു കണ്ടന്റ് PR-നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കണ്ടന്റ് അവിടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബിഗ് ബോസ് എയർ ചെയ്യില്ലേ? ബിഗ് ബോസ് പോലും ഇപ്പൊ PR-നെ അഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് എയർ ചെയ്യില്ലേ? ഇങ്ങനെ ഒരു നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എയർ ചെയ്യില്ലേ? ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്താണ് ഇവര് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇന്നലെ ശാരിക അനുമോളെ പറ്റി പറഞ്ഞ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇന്ന് ആദിലെയും നൂറേയും കൂടെ ശാരികയുടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. ഇന്നലെ വരെ ബാക്ക് സ്റ്റാബേഴ്സ് എന്ന് പറഞ്ഞാണ് ശാരിക. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ അവിടെ എല്ലാരും അനുമോളെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് അക്ബർ കരുതുന്നുണ്ട് ഇത്ര ഒരു വൃത്തിയായിട്ട സ്ത്രീ എന്റെ ശ്രുതി സത്യം ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്
PR വർക്കിൽ എൻ്റെ ഉമ്മയുടെയും എൻ്റെ വൈഫിൻ്റെ ഒക്കെ അക്കൗണ്ടിൽ പോയിട്ട് നിരത്തി ചീത്ത വിളിയാണ്. അതുപോലെ തന്നെ എന്നൊക്കെ പറയണം. അപ്പൊ ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയുടെ FB അക്കൗണ്ടിൽ പോയിട്ട് ഇവരുടെ PR വർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ PR വർക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ ഇതിൽ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ പോകുന്നുണ്ട്, സീരിയസ്ലി പോകുന്നുണ്ട്. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. പക്ഷെ അത് അനുമോളെ പറ്റി പറഞ്ഞതിന് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നാണ് എന്നെ ചീത്ത വിളിച്ച് പറഞ്ഞത്. മനസ്സിലായോ? അതിൽ ഞാൻ ഇതിൽ നോക്കിയപ്പോഴാണ് ഞാൻ മേടിക്കുന്നതിന്റെ പറഞ്ഞ കാര്യമില്ല. അനീഷിന്റെയും അക്ബറിന്റെ ഒക്കെ ഏതോ ഫാൻ ആർമിയുടെ ഫോളോ ചെയ്ത ആളല്ല, ആ ഒരു ഐഡിയ ആണ്. അത് കണ്ടാലേ ഇത് PR വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് കണ്ടാലേ അറിയാം. വന്നിട്ട് എനിക്ക് കമന്റ് ഇടുന്നത്, എന്നെ ചീത്ത വിളിച്ച് അനുമോളെ മോശം പറഞ്ഞ് കമന്റ് ഇടുന്നത്. അപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് PR വർക്ക്. അപ്പോഴല്ലേ അക്ബർ നല്ല ടെൻഷൻ, ആദിലയും ടെൻഷനായിട്ട്, ആദിലയും കരയുന്നുണ്ട്, അക്ബറും കരയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് രണ്ട് വൃത്തി പറഞ്ഞിട്ടേ ഞാൻ ഇറങ്ങി പോവുള്ളൂ, എല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുള്ളൂ. ഞാൻ പറയണത് ഇത്രയായില്ലേ, തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അതാണ് നല്ലത്. എന്ത് വന്നാലും നോക്കിയിട്ട് തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ, അതാണ് നല്ലത്. അത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയാലും ആർക്ക് എഗെയിൻസ്റ്റ് ആയാലും തുറന്ന് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ എല്ലാം ഇറക്കി വെച്ച് തുറന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ, അതാണ് നല്ലത്. വെറുതെ ഇവര് തിങ്കളാഴ്ച ആ അപ്പാനി വരുന്നതിന് മുമ്പ് വരെ ഇവരെല്ലാവരും മനസ്സമാനത്തോടെ ഇരിക്കുകയായിരുന്നു, എല്ലാം പറഞ്ഞു ഒതുക്കി മനസ്സമാനത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെയും എല്ലാം കൂടെ റീ എൻട്രി എന്നും പറഞ്ഞ് തിരിച്ചു കയറിയിട്ട് ഇത്രയും പുകിലുണ്ടാക്കിയത്. ഇതുപോലൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫിനാലിലേക്ക് ജന്മത്തെ കണ്ടിട്ടില്ല, ഈ ഒരു ബിഗ് ബോസിലെ ഹിസ്റ്ററിയിലേ ഇല്ല, സീരിയസ്ലി. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തൊക്കെ ഹെയ്റ്റ് കമന്റ്സ് ഉണ്ടായി അതെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോ, അതാണ് നല്ലത്. അതാകുമ്പോ എല്ലാവർക്കും ആശ്വാസം കിട്ടും, അതാണ് നല്ലത്. പിന്നെ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പുറത്ത് ഇവരറിയാത്ത കാര്യങ്ങളാണ്, പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെയാണ്, അത് വേറെ കാര്യം. ഇതിനുശേഷം ജിസൈലിന്റെ റീ എൻട്രി ആണ്. ജിസൈൽ ഇവിടെ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്, അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആൻഡ് ജിസൈലിന് സ്വാഗതം ചെയ്തതിനു ശേഷം വന്നവർക്കല്ല, അപ്പൊ എല്ലാവരും ആയി, ഇനി വരാനായിട്ട് ആരും ഇല്ല, എല്ലാവരും ആയി. ഇപ്പൊ നാളെ മിക്കവാറും ഒരു എവിക്ഷൻ, മിഡ് വീക്ക് എവിക്ഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. ആൻഡ് അപ്പം ഇതിനുശേഷം എന്ത് ചെയ്യാ, എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയാണ്, കാഡ്ബറീസിന്റെ ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുകയാണ്. ഇതിന് അപ്പോഴും എന്ത് ചെയ്യാണ്, ഇതിനുശേഷം ഷാനവാസ് ആദിലെയും നൂറെ ഇരുത്തി ഉപദേശിച്ചിട്ട് പറയാണ് എന്തോന്ന്, ഈ എല്ലാം കഴിഞ്ഞിപ്പോ വരുന്നവര് എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ ആ ഒരു ഇത് വിടണ്ട, ഇതുവരെ ഇങ്ങനെ ആയാലും ഇത്ര നടന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അനുമോളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആദിലേനെ കെട്ടിപ്പിടിക്കും, നൂറെ കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ രണ്ടുപേർക്ക് അനുമോളെ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല. കാരണം അനുമോളെ ഞാൻ പറയുന്നത് ശൈത്യ വന്ന് വെറുപ്പിച്ചിരുത്തി എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വെറുപ്പിച്ചിരുത്തി എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്തു. പക്ഷെ ആദിലയുടെ നൂറയുടെ മോൻ കണ്ടാൽ അറിയാം ഇവർക്ക് അത് ഇഷ്ടമായില്ല. ഇനി പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇനി നാളെ എന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ല, നാളെ എന്താണ് സംഭവിക്കുകയെന്ന് കണ്ടറിയണം. നാളെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുമോ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ. ഇതിനുശേഷം അക്ബറും അപ്പാനും കൂടെ സംസാരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആദിലെയാണ് ഇപ്പൊ ദാണ്ട കളം മാറിയത്, ടോപ്പ് 7 എന്ന് പറഞ്ഞപ്പം കളം മാറിയത് കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഓപ്പൺ ആയിട്ട് സംസാരിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല ആദിലെ കളം മാറുമെന്ന്, എനിക്ക് തോന്നുന്നില്ല. ആദിലെ ഇത് ഉറപ്പായിട്ടും പറയും. ഇത്ര ഒരു സീസൺ കുളമാക്കാൻ കാരണം ഞാൻ പറഞ്ഞ PR വർക്കേഴ്സിന് ഒരു പങ്കുണ്ട്. പക്ഷെ PR വർക്കേഴ്സിന് പങ്കുള്ളത് പോലെ കണ്ടസ്റ്റൻസിന് പങ്കുണ്ട്. കണ്ടസ്റ്റൻസും ഒരു എല്ലാ പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് കണ്ടസ്റ്റൻസ് പെരുമാറിയത്. അത് കണ്ടസ്റ്റൻസിന് ഒരു പങ്കുണ്ട്. നിങ്ങൾ എന്തിനാണ് അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയത്? ഇന്ന് ഈ കരയുന്ന അക്ബറൊക്കെ അനുമോളെ എന്തുമാത്രം ബുള്ളി ചെയ്തിട്ടുണ്ട്, അനുമോളെ, അനീഷിനെ, ഷാനവാസിനെയൊക്കെ എന്തുമാത്രം ബുള്ളി ചെയ്തിട്ടുണ്ട് ഇവര്. അതൊക്കെ മറന്നുപോയോ അക്ബറൊക്കെ? നിങ്ങൾ തന്നെയല്ലേ ഇതിനെല്ലാം കണ്ടന്റ് ഇട്ട് കൊടുത്തത്. എനിവേ, നാളത്തെ എപ്പിസോഡ് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല, പ്രമോയും കണ്ടിട്ടില്ല. അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് വരുമ്പോഴത്തേക്കും ബൈ ആൻഡ് താങ്ക് യു.